ഇന്ന് നമുക്ക് മാംഗോ റവ ലഡു ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ 3 പഴുത്ത മാങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതേ മിക്സിയിൽ അതിൻ്റെ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ടു കേട്ടോ. അതൊന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് റവ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയുണ്ടല്ലോ അത് തന്നെ, അതൊന്ന് എടുത്ത് ആ നെയ്യിലൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. കളറൊന്നും ചേഞ്ച് ആവണ്ട, ഒന്ന് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോയുടെ പ്യൂരി അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മിക്സ് കൊടുക്കുക. അതൊന്ന് മിക്സ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഹാഫ് കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേണ്ടത്. അതൊന്ന് ഇതിലൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അത് ഒന്ന് മിക്സാക്കി കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. ഞാനൊരു 10 രൂപയുടെ പാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്തപ്പോൾ അതിലൊരു ഏലക്ക ഇട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ കൂടുതലാവരുത്, മാംഗോയുടെ ഫ്ലേവർ വേണം മുന്നിട്ട് നിൽക്കാൻ. ലാസ്റ്റ് നമ്മളിതിൽ കുറച്ച് ബദാമും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഈ ബദാം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മാംഗോ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്